ഹായ് ഷാഫി ദ വാട്സപ്പ് എക്സ്പേർട്ട്. ഇന്ന് നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങളോട് പറയാനുള്ളത്, മെറ്റ പുതിയ കുറച്ച് അപ്ഡേറ്റുകൾ തന്നിട്ടുണ്ട്. അവർ കുറേ റെസ്ട്രിക്ഷൻസ് കൊണ്ടുവന്നിട്ടുണ്ട് ഈ ഒരു വാട്സപ്പ് ബൾക്ക് മെസ്സേജിങ്ങുമായി ബന്ധപ്പെട്ടിട്ട്. ഞാൻ അതിൻ്റെ ഒരു സ്ക്രീന് ഷെയർ ചെയ്ത് തരാം. ഈ രൂപത്തിലാണ് അവർ പറയുന്നത്. ആദ്യം അവർ ഫെബ്രുവരി 6 മുതൽ കുറച്ച് ദിവസം കുറച്ച് നമ്പറുകൾക്ക് മാത്രമാക്കി, ബാക്കി 13-ാം തീയതിക്കുള്ളിൽ എല്ലാ നമ്പറുകൾക്കും, എല്ലാ ഇന്ത്യൻ നമ്പറുകൾക്കും ഇത് ബാധകമാക്കുകയും ചെയ്തു വരും. ഇത്രയും റെസ്ട്രിക്ഷൻസ് അവർ കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ അവർ പറയുന്നത് ഇങ്ങനെയാണ്: ഒരു മാസം അല്ലെങ്കിൽ ഏതൊരു ആളുകൾക്കും ബിസിനസ്സിൻ്റെ കാര്യത്തിലേക്ക് എങ്ങനെയാണ് വരുന്നത് വെച്ചാൽ, ഇപ്പോൾ സപ്പോസ് എ എന്ന് പറയുന്ന ഒരു ബിസിനസ്സും ബി എന്ന് പറയുന്ന ഒരു വ്യക്തിയുമാണെങ്കിൽ, ഈ ബി എന്ന് പറയുന്ന വ്യക്തിക്ക് ഓരോ മാസവും ഇത്ര മെസ്സേജ് മാത്രം കിട്ടിയാൽ മതി അല്ലെങ്കിൽ കൊടുത്താൽ മതി എന്ന് മെറ്റ അല്ലെങ്കിൽ വാട്സപ്പ് തീരുമാനിച്ചിരിക്കുകയാണ്. അപ്പോൾ കൂടുതലും പറയുന്നത് ഒരു 10 അല്ലെങ്കിൽ 15 എന്നുള്ളൊരു രൂപത്തിലാണ്. അവർ നമ്പർ പറഞ്ഞിട്ടില്ല. പക്ഷേ ഇത് യാഥാർത്ഥ്യമാണ്. നമ്മളിപ്പോൾ എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം കുറേ മെസ്സേജുകൾ അയച്ചു കഴിഞ്ഞാൽ അതിൽ വളരെയധികം മെസ്സേജുകൾ ബൗൺസ് ആയിട്ട് അല്ലെങ്കിൽ അത് ഫെയിൽഡ് ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു കാരണം അന്വേഷിച്ചപ്പോഴാണ് മെറ്റയിൽ പുതിയൊരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. അതായത് ഇന്ത്യൻ കസ്റ്റമേഴ്സിന് അല്ലെങ്കിൽ ഇന്ത്യൻ നമ്പറുകൾക്ക് ബാധകമായിട്ടൊരു പുതിയൊരു റൂൾ അവർ കൊണ്ടുവന്നിട്ടുണ്ട്. ഒന്നുമില്ല, നമ്മളിപ്പോൾ ഒരു ബിസിനസ് ആണെങ്കിൽ നമ്മൾ കുറേ പേർക്ക് ബൾക്ക് അയക്കുമ്പോൾ ആ ബൾക്ക് അയക്കുന്ന എല്ലാവർക്കും കിട്ടില്ല. കാരണം ആ റിസീവ് ചെയ്യുന്ന ആളുകൾക്ക് ഒരു ലിമിറ്റ് ഉണ്ട്. അവരുടെ മന്ത്ലി ക്വാട്ട കഴിഞ്ഞിട്ടുണ്ട് എന്നെങ്കിൽ നമ്മുടെ മെസ്സേജ് അയക്കില്ല. അതായത് മറ്റുള്ള ബിസിനസ്സുകൾ അയച്ചിട്ടുള്ള മെസ്സേജുകൾ അവർ റിസീവ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ മെസ്സേജ് അത് ബൗൺസ് ആയിട്ട് പോകും. അപ്പോൾ അത്രയും കൺട്രോൾഡ് ആണ് ഇനി വാട്സപ്പിൻ്റെ ഒരു കേസ് അല്ലെങ്കിൽ ബൾക്ക് മെസ്സേജിൻ്റെ ഒരു കേസ് വരുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ, ഇത് SMS പോലെയും ഇമെയിൽ പോലെയൊക്കെ ആളുകൾ വളരെയധികം ഉപയോഗപ്പെടുത്തി അല്ലെങ്കിൽ മിസ്യൂസ് ചെയ്തു. വാട്സപ്പ് അത്രയും പേഴ്സണലായിട്ടുള്ളൊരു സംഗതി ആയതുകൊണ്ട് തന്നെ അവർ ഇത്രയും റെസ്ട്രിക്ഷൻസ് വരുന്നുണ്ട്. ഇതിനു മുമ്പ് അവർ കൊണ്ടുവന്നത് ഈ മെസ്സേജിൻ്റെ റേറ്റ് കൂട്ടുക എന്നുള്ളതായിരുന്നു. അത് ഏകദേശം ഡബിളാക്കി ഇപ്പോൾ ഒരു കഴിഞ്ഞ ജൂൺ മുതൽ. അപ്പോൾ അടുത്തൊരു നിയന്ത്രണം കൊണ്ടുവന്നാണ് ഇത്. പിന്നെ നമ്മൾ സാധാരണ പറയുന്ന പോലെ തന്നെ ആരെങ്കിലും നമ്മളെ റിപ്പോർട്ട് ചെയ്യുക അല്ലെങ്കിൽ മറ്റുള്ള ബ്ലോക്ക് ചെയ്യുക ചെയ്ത് കഴിഞ്ഞാൽ നമ്പറിൻ്റെ ക്വാളിറ്റിനെ ബാധിക്കാം. ഏറ്റവും നല്ലൊരു സൊല്യൂഷൻ എന്ന് പറയുന്നത് മാക്സിമം ആഡുകൾ അല്ലെങ്കിൽ ആഡ് ചെയ്യുമ്പോൾ അത് വാട്സപ്പിലേക്ക് അവർ തന്നെ ക്ലിക്ക് ചെയ്ത് വരുന്ന രൂപത്തിൽ കൊണ്ടുവരിക. അപ്പോൾ നമ്മുടെക്ക് അത്ര ഒരു പ്രശ്നങ്ങൾ വരുന്നില്ല. പിന്നെ ബൾക്ക് മെസ്സേജിങ് അധികം അയക്കാതിരിക്കുക, അതൊന്ന് ലിമിറ്റ് ചെയ്യുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനുള്ളത്. എനിവേ, താങ്ക് യു ഫോർ വാച്ചിങ്.